എൻ്റെ പേര് മൃദുല ചന്ദ്രൻ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ VFA റാങ്ക് ലിസ്റ്റിൽ നിന്നും ജോലിക്ക് കയറിയ ആളാണ്. പിന്നെ എന്നെ ഈ ജോലിക്ക് കയറാൻ സഹായിച്ചത് മാസ്റ്റർ കീ അക്കാഡമിയാണ്. ഞാനിവിടെ ജോയിൻ ചെയ്ത് കൃത്യമായ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും മോക്ക് ടെസ്റ്റുകളെല്ലാം കൃത്യമായി അറ്റൻഡ് ചെയ്ത് അതുപോലെ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലായിരുന്നു ക്ലാസ്സുകൾ. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിച്ച് മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താണ് ഞാൻ ഈ ജോലി പ്രവേശിച്ചത്. ഒരു സർക്കാർ സർവീസ് എന്ന ലക്ഷ്യം നേടാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ മാസ്റ്റർ കീ അക്കാഡമിയാണ്. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് ലഭിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് വളരെ ഒരു സന്തോഷ നിമിഷത്തിലാണ്. ഇന്ന് നമ്മുടെ മൃദുലയോടൊപ്പമാണ് നമ്മളുള്ളത്. അപ്പോൾ മൃദുല മാസ്റ്റർ കീ അക്കാദമിയിൽ പഠിച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റായി ആലപ്പുഴ ജില്ലയിലെ നൂർനാട് ഗ്രാമപഞ്ചായത്തിലാണ് നിലവിൽ ജോലി ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മൃദുലയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ മൃദുലയുടെ ഈ ഒരു നേട്ടങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒട്ടനവധി പേർക്ക് ഇപ്പം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പരീക്ഷ ഇനി വരികയാണ്. നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ എക്സാം ഡേറ്റുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പഠിക്കണം, അപ്പോൾ ഒരു വിജയിയുടെ നാവുകളിൽ നിന്നാവുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മൃദുലയെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ മൃദുല നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമിയിൽ എത്ര വർഷം ഇതിന് വേണ്ടിയിട്ട് പഠിച്ചു? PSCക്ക് വേണ്ടി എത്ര വർഷം പഠിച്ചു? അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണോ PSCയിലേക്ക് എത്തിയത്? ഡിഗ്രിയും കഴിഞ്ഞ് ഞാൻ PGയും കഴിഞ്ഞിട്ട് എത്തുന്നത്. പിന്നെ ഒരു കോച്ചിങ് സെന്ററിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ മൂത്ത മോളായതിനു ശേഷം ക്ലാസ് ഒന്ന് നിർത്തി. അപ്പോഴാണ് മാസ്റ്റർ കീ 2021 ഡിസംബർ ഒടുവിൽ ഇവിടെ തുടങ്ങുന്നെന്ന് അറിഞ്ഞത്. ഞാൻ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങി. അപ്പൊ തൊട്ട് ഞങ്ങൾ ഇവിടെ ഒരു ടീം ഉണ്ടായിരുന്നു. നല്ലൊരു ടീം ഉണ്ടായിരുന്നു. അവരൊക്കെ ഏറെക്കുറെ എല്ലാവരും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാവർക്കും ജോലിയായി. നല്ല നല്ല ലിസ്റ്റുകളിൽ തന്നെ എല്ലാവർക്കും ജോലി കിട്ടി. ഓക്കെ. അപ്പോൾ ഈ നമുക്ക് PSCയിലേക്ക് ഇറങ്ങാൻ ഒരു ഇൻസ്പിറേഷൻ എന്താണ്? ആരെങ്കിലും മോഡലാക്കിയിട്ടാണോ, അതോ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണോ, അതോ സ്വയം തോന്നിയിട്ടാണോ? നമുക്ക് എൻ്റെ വീട്ടിൽ മിക്കവാറും എല്ലാവരും സർക്കാർ ജോലിയാണ്. അപ്പം കുഞ്ഞിലെ തൊട്ടൊരു സർക്കാർ ജോലി നമ്മുടെ മനസ്സിലങ്ങ് ആയത്. PG കഴിഞ്ഞിട്ടും അതോ ഞാൻ മറ്റൊരു ഫീൽഡിലേക്ക് പോകാതെ എന്തെങ്കിലും ഒരു PSC ജോലി എഴുതിയെടുത്ത് കയറാനുള്ള ഉദ്ദേശത്തിൽ തന്നെ PG കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കോച്ചിങ്ങിന് പോയി തുടങ്ങി. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ഇവിടുത്തെ പഠനം? എത്ര സമയം ഇതിനു വേണ്ടി പഠിക്കുമായിരുന്നു? നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണോ അതിന് മുമ്പ് തന്നെ ഇതിനു വേണ്ടിയിട്ട് പഠനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു? നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ അഡ്മിഷൻ എടുത്തു. തിങ്കൾ ബുധൻ അന്ന് വെള്ളി ശനി ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലായിരുന്നു. ബാക്കി ദിവസങ്ങളിൽ ഇവിടെ വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ച് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തി തന്നെ പഠിച്ചു. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ നടത്തി ജോലി ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ആളുകളുടെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടുകാരൊക്കെ സപ്പോർട്ട് PSCക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നാണേലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അവരാണേലും എന്നോട് പറഞ്ഞത് എൻ്റെ ആഗ്രഹം സാധിക്കാൻ ഇപ്പം പഠിക്കാൻ സൗകര്യം എൻ്റെ വീട്ടിൽ നിന്ന് വരാനാണ്. അപ്പോൾ ഇയാൾ അവിടെ പോയി നിന്ന് പഠിച്ച് ജോലി മേടിച്ചോളാം. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനെ ആണെങ്കിലും അമ്മ ഏൽപ്പിച്ചിട്ടായിരുന്നു ഞാൻ വരുന്നത്. എല്ലാ ദിവസവും ക്ലാസ്സിൽ വരുന്നുണ്ട്. കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. അവളെ അമ്മ നോക്കി. ഓക്കെ. അപ്പോൾ നിലവിൽ നൂർനാട് ഗ്രാമപഞ്ചായത്തിലെ ജോലി ചെയ്യുന്നു. വീടിനടുത്ത് തന്നെ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എല്ലാം നമ്മളെ അറിയാവുന്ന നാട്ടുകാരാണ്, നമ്മുടെ സ്ഥലമാണ്. അപ്പം വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ജോലി കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടുള്ളത്. ഓക്കെ. ഇനി വലിയ പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്നുണ്ടോ? പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അതോ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. വരുന്ന LDC പരീക്ഷകൾ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിനാണ്. അപ്പോൾ ഓരോ ദിവസവും പഠിക്കാൻ എത്ര സമയം കണ്ടെത്തുമായിരുന്നു? ഒരു സമയം എത്ര സമയം നീക്കി വെക്കുമായിരുന്നു ഇതിന് വേണ്ടിയിട്ട്? ഇവിടെ ക്ലാസ് ഉച്ച വരെയായിരുന്നു. അതിനുശേഷം എന്നും റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ. അപ്പം തലേന്ന് അതിനുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അല്ലാതെ വേറൊരു ടോപ്പിക് എടുത്ത് വെച്ച് പഠിക്കുമായിരുന്നു. കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു. വേറെ ടോപ്പിക് എടുത്ത് വെച്ച് പഠിക്കുമായിരുന്നു. പിന്നെ ചൊവ്വ വ്യാഴം വെള്ളി ശനി അങ്ങനെ കിട്ടുന്ന സമയം ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി മാക്സിമം നടത്തിയിട്ടുണ്ട്. സിലബസ് ഞങ്ങൾക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റി. മാക്സിമം എല്ലാ ദിവസവും പരീക്ഷ നടക്കുന്നതുകൊണ്ട് മാക്സിമം. അതുപോലെ തന്നെ ഈ സ്റ്റഡി പ്ലാൻ ബേസിൽ എല്ലാ ദിവസം പരീക്ഷ പോകുന്നത് അത് നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടാവും. എല്ലാം നമുക്ക് പറയുന്ന പോർഷൻ ഞാൻ തലേന്ന് രാത്രിയിലൊക്കെ ആയിരിക്കും. കുഞ്ഞുള്ളതുകൊണ്ട് രാത്രിയിൽ അവൾ ഉറങ്ങിയതിന് ശേഷമായിരിക്കും പഠിക്കാൻ പറ്റും. അതും പഠിക്കുമായിരുന്നു. മാക്സിമം പരീക്ഷകളെല്ലാം അറ്റൻഡ് ചെയ്യുക.
ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ പരീക്ഷകൾ നോക്കുന്ന ഈ ഗവൺമെൻറ് ജോലിക്ക് പുറകിൽ ഓടുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അവരോട് ഇനിയിപ്പം LDC പരീക്ഷ 2027 വരുന്നു, LGS വേരിയസ് വരുന്നു, ഇനിയിപ്പോൾ അവൻ്റെ VFA എക്സാം അടുത്ത മാസങ്ങളിൽ വരുന്നു. അപ്പോൾ അവരോട് VFA ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആളുകളോട് എന്താ പറയാനുള്ളൊരു സന്ദേശം എന്തായിരിക്കും? നല്ലൊരു കോച്ചിങ് സെൻറ്റർ തിരഞ്ഞെടുക്കുന്നതാണ് അത്യാവശ്യം. എന്ന് വെച്ചാൽ എല്ലായിടത്തും കോച്ചിങ് സെൻറ്റർ ഉണ്ട്, പക്ഷെ കൃത്യമായിട്ട് ഈ എക്സാം ഒക്കെ എടുക്കുന്നത് ഞാൻ മാസ്റ്റർ കെയിലേ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ പ്രിന്റ് എടുത്ത് തന്ന് ക്വസ്റ്റ്യൻ പ്രിന്റ് എടുത്ത് തന്നൊന്നും ആരും അങ്ങനെ മെനക്കെട്ട് എക്സാം എടുത്തില്ല. അതുപോലെ എല്ലാ ആഴ്ചയിലും OMR എക്സാം കൃത്യമായിട്ട് ഈ ഒരു സെന്ററിലെ ഞാൻ കണ്ടിട്ടുള്ളൂ. എല്ലാ വീക്കിലും OMR എക്സാം മാക്സിമം വന്നിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനും തെറ്റിയത് ശരിയാക്കാനും ഒക്കെ സമയം കവർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇപ്പം ഗവൺമെന്റ് ജോലി എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുന്നവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത്, മാസ്റ്റർ കീ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കൃത്യമായിട്ട് ക്ലാസ്സിന് വരിക, അപ്പോൾ കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക, സിലബസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ നമ്മൾ അധ്യാപകർ ചിലപ്പോൾ പേടിയോടുകൂടിയായിരിക്കും കാണുന്നത്, എന്നാലും ആ ഒരു പേടി, പിന്നെ ഒരു ജോലി കിട്ടി നമുക്ക് നമ്മുടെ ആ സെൻറ്ററിൽ വന്ന് നിൽക്കുമ്പോൾ ആ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും മുന്നോട്ട് ഉയർന്ന രീതിയിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ ഒരു നേട്ടം ഉണ്ടായി ഞാൻ തീർച്ചയായിട്ടും ഇവിടെ വന്ന് പറഞ്ഞിരിക്കും. ഓക്കെ, താങ്ക് യു.